യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മേഖലയിലെ സുരക്ഷാ മാനേജ്മെന്റിൽ ബാഹ്യശക്തികളുടെയോ വിദേശ രാജ്യങ്ങളുടെയോ യാതൊരുവിധ ഇടപെടലുകളും അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി നൽകിയിരിക്കുന്നത്. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ വെച്ച് നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അദ്ദേഹം ഇറാന്റെ ഈ പുതിയ തന്ത്രപരമായ നീക്കം വ്യക്തമാക്കിയത്. വരും ദിവസങ്ങളിൽ മേഖലയിലെ സൈനിക നയതന്ത്ര സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്കിലെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത മേൽനോട്ടവും ഇറാൻ നേരിട്ട് നിർവഹിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്താനും തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനും നടക്കുന്ന ശ്രമങ്ങളെ രാജ്യം ശക്തമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ നിലവിലെ സംഘർഷാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കാനും തടസ്സപ്പെട്ടിരിക്കുന്ന കപ്പൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്നത് കൂടുതൽ വൈകിക്കാനും മാത്രമേ ഉപകരിക്കൂ എന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നു. സമീപകാലത്തായി യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നേരിട്ടുണ്ടായ കടുത്ത സൈനിക ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയായാണ് ഈ പുതിയ പ്രഖ്യാപനം. മേഖലയിൽ വൻതോതിൽ വർദ്ധിച്ചു വരുന്ന അമേരിക്കൻ നാവിക സാന്നിധ്യവും സഖ്യകക്ഷികളുടെ ഇടപെടലുകളും തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ഇറാൻ വിലയിരുത്തുന്നു. തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഹോർമുസിൽ മറ്റു രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ രാജ്യം മടിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് അറാക്ചി ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഊർജ്ജ സുരക്ഷയുടെയും ജീവനാഡിയായാണ് ഹോർമുസ് കടലിടുക്കിനെ അറിയപ്പെടുന്നത്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന മൊത്തം എണ്ണയുടെ ഏകദേശം 20% കടന്നു പോകുന്നത് അതീവ ഇടുങ്ങിയ ഈ സമുദ്രപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ കടലിടുക്കിനെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ എണ്ണ ഇറക്കുമതിയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇറാന്റെ ഈ പുതിയ നയതന്ത്ര നീക്കത്തിന് വേദിയായ ബാഗ്ദാദ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. അയൽ രാജ്യമായ ഇറാഖ് പോലും US-ഉം ഇറാനും തമ്മിലുള്ള പരോക്ഷ യുദ്ധങ്ങളുടെ കേന്ദ്രമായി മാറാറുണ്ട്. ഇറാഖിയൻ മണ്ണിൽ വെച്ച് തന്നെ ഇത്തരമൊരു വമ്പൻ പ്രഖ്യാപനം നടത്തിയതിലൂടെ പ്രാദേശിക പങ്കാളികളെ ഒപ്പം നിർത്താനും അമേരിക്കൻ സഖ്യത്തിന് തങ്ങളുടെ ശക്തമായ സ്വാധീനം കാണിച്ചു കൊടുക്കാനുമുള്ള ഇറാന്റെ രാഷ്ട്രീയ തന്ത്രമാണ് പുറത്തുവരുന്നത്. അയൽ രാജ്യങ്ങളുടെ പിന്തുണയുടെ മേഖലയിലെ സുരക്ഷ തങ്ങൾക്ക് തനിയെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ഇറാൻ വാദിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹോർമുസ് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതിനുള്ള ചർച്ചകളും ശ്രമങ്ങളും സജീവമായി നടക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ കടുകട്ടി നിലപാട്. തങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ കപ്പൽ പാതയുടെ പൂർണ്ണമായ പുനരാരംഭം സാധ്യമാകൂ എന്നൊരു പരോക്ഷ ഭീഷണി കൂടി ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദേശ കപ്പലുകളുടെ സാന്നിധ്യം ചർച്ചകളെ കൂടുതൽ പിന്നോട്ടടിക്കുമെന്നും അത് മേഖലയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നും ഇറാൻ ആശങ്കപ്പെടുന്നു. ഈ 30 ദിവസത്തെ മേൽനോട്ട പ്രഖ്യാപനം വാഷിംഗ്ടണിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ജലപാതകളിലെ സ്വതന്ത്രമായ ഗതാഗത സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അമേരിക്ക ഇതിനെ വീക്ഷിക്കുന്നത്. തങ്ങളുടെ സഖ്യകക്ഷികളുടെയും എണ്ണക്കപ്പലുകളുടെയും സുരക്ഷ മുൻനിർത്തി അമേരിക്കൻ നാവികസേന ഈ പ്രഖ്യാപനത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ വരും ദിവസങ്ങളിലെ സമാധാനം. അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഹോർമുസിലെ ഈ പുതിയ വികാസങ്ങൾ ആഗോള എണ്ണ വ്യാപാര രംഗത്ത് ഇതിനകം തന്നെ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിപണിയിലെ അനിശ്ചിതാവസ്ഥ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. എണ്ണ വിതരണത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ആഗോള വിപണിയിലെ നിക്ഷേപകരെയും വ്യവസായികളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു ദീർഘകാല യുദ്ധപ്രതീതി മേഖലയിൽ നിലനിൽക്കുന്നത് വിപണിയിലെ പണപ്പെരുപ്പത്തിന് കാരണമായേക്കാം. ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഈ സ്വയംഭരണ സുരക്ഷാവാദം മേഖലയിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സൗദി അറേബ്യ, UAE തുടങ്ങിയ പ്രമുഖ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ വിഷയത്തിൽ ഏതുതരം നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അമേരിക്കയുമായി അടുത്ത പ്രതിരോധ ബന്ധം പുലർത്തുമ്പോഴും ഇറാനുമായി നേരിട്ടൊരു സംഘർഷത്തിന് ഇവരും താല്പര്യപ്പെടുന്നില്ല. അതിനാൽ നയതന്ത്രപരമായ ഒരു സന്തുലിതാവസ്ഥയ്ക്കാണ് ഇവർ ശ്രമിക്കുന്നത്. സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ വലിയൊരു നയതന്ത്ര യുദ്ധത്തിനാണ് ഇറാൻ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെയും സൈനിക സമ്മർദ്ദങ്ങളെയും തങ്ങൾ ഭയപ്പെടുന്നില്ലെന്ന് കാണിക്കുകയാണ് ലക്ഷ്യം. തങ്ങളുടെ അതിർത്തിക്കടുത്തുള്ള കടലിടുക്കിലെ പരമാധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന സന്ദേശം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ്.
മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽ വീണ കനത്ത പ്രഹരമാണ് പുതിയ സംഭവ വികാസങ്ങൾ. അന്താരാഷ്ട്ര സമൂഹം യുദ്ധം ഒഴിവാക്കാനും ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കാനും ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവിഭാഗങ്ങളും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത്. ഇറാന്റെ 30 ദിവസത്തെ സമയപരിധി അവസാനിക്കുന്നതോടെ മേഖല കൂടുതൽ സമാധാനത്തിലേക്ക് നീങ്ങുമോ അതോ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നത് പ്രവചനാതീതമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സാന്നിധ്യം ഹോർമുസിൽ നിലനിർത്തേണ്ടത് ആഗോള സൂപ്പർ പവർ എന്ന നിലയ്ക്കുള്ള പ്രതിച്ഛായയ്ക്ക് അനിവാര്യമാണ്. എന്നാൽ ഇറാൻ ആകട്ടെ തങ്ങളുടെ തൊട്ടുമുന്നിലുള്ള കടലിൽ വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന കടുത്ത വാശിയിലുമാണ്. ഈ രണ്ട് വൻ ശക്തികളുടെയും ഈഗോയും താല്പര്യങ്ങളും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും സമുദ്ര നിയമങ്ങളുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന വാദവുമായി പാശ്ചാത്യ സഖ്യം വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയെ അടക്കം സമീപിച്ചേക്കാം. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രഭാവമുണ്ടാക്കാൻ സാധിക്കുമെന്നത് കണ്ടറിയണം. ഉപരോധങ്ങൾ കൊണ്ട് മാത്രം ഇറാന്റെ ഇത്തരം നീക്കങ്ങളെ തടയാൻ കഴിയില്ലെന്ന കഴിഞ്ഞകാല ചരിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഹോർമുസിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര അതീവ ജാഗ്രതയോടെ മാത്രമായിരിക്കും നടക്കുക. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നതും കപ്പൽ കമ്പനികളുടെ ആശങ്കകളും ആഗോള വ്യാപാര മേഖലയ്ക്ക് പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഏഷ്യൻ രാജ്യങ്ങൾ ഈ നയതന്ത്ര യുദ്ധത്തെ ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അബ്ബാസ് അരാക്ചിയുടെ ബാഗ്ദാദിലെ പ്രസ്താവന കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ പുതിയൊരു അധികാര സമവാക്യ രൂപീകരണത്തിനുള്ള വ്യക്തമായ പ്രഖ്യാപനമാണ്. ഹോർമുസ് കടലിടുക്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും US നാവികസേനയുടെ നീക്കങ്ങളും ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഈ തന്ത്രപ്രധാനമായ ജലപാതയിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്.